അജ്രക്കിൻ്റെ ചില മെറ്റീരിയലുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു വരുന്ന ചില മെറ്റീരിയൽസ് കണ്ട് അതിൽ പോട്ട ഒരു അടിപൊളി ഐറ്റംസാണത്. 380 പീസ് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നത്. അതിൻ്റെ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. റെഡ് ഇല്ലാതെ മെറൂണ്, കോഫി ബ്രൗണ്, നേവി ബ്ലൂ വരുന്ന അടിപൊളി ഐറ്റംസുകളാണ്. ഇതിൽ 320 ഇല്ല, 290 ഉള്ളൂ. ഹോൾസെയിലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം 10 പീസ് എടുക്കണം. 5 പീസ് എടുക്കുമ്പോഴും റേറ്റ് കുറച്ച് കിട്ടും. പക്ഷേ ഹോൾസെയിൽ പ്രൈസിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം 10 പീസ് എടുക്കണം. ഇനി 30 പീസ് എടുക്കുമ്പോൾ വേറെ ചാർജ്, 5 പീസ് എടുക്കുമ്പോൾ വേറെ, 1-2 പീസ് എടുക്കുമ്പോൾ വേറെ റേറ്റ്, അതുപോലെ 100 പീസ് എടുക്കുമ്പോൾ വേറെ റേറ്റ്, അങ്ങനെയാണ് വരിക. 30 പീസ് വരെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് 100 രൂപയാണ്. 10 പീസ് എടുക്കുകയാണെങ്കിലും 20 പീസ് എടുക്കുകയാണെങ്കിലും 30 പീസ് എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് 100 രൂപയാണ്. അപ്പോൾ ആദ്യം വരുന്നവർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കും. നിങ്ങൾ എടുത്ത് വെക്കുക എന്ന് പറയേണ്ട പരിപാടി ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം അത് എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പോലെ പിന്നാലെ നടക്കണം. അയക്കണ്ടേ വേണ്ട, പൈസ അയക്കോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിപാടി നിർത്തി. ഇനി ചോദിച്ച ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യണവർക്കാണ് വേഗം കൊടുക്കേണ്ടത്. ഇതിൻ്റെ അടിച്ച പീസുകളുണ്ടോ അതോ ഹോൾസെയിലായിട്ട് തരുമോ ആരും ചോദിക്കേണ്ട. ഹോൾസെയിലായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കാറില്ല. ഞാൻ യൂണിറ്റ് നടത്തുന്ന ആളാണ്. അതുപോലെ കൂടുതൽ കോളിങ്ങും വരുന്നത് റീസെല്ലിങ് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ്. പക്ഷേ റീസെല്ലിങ്ങിന് ഞാൻ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഫോട്ടോസ് അയച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് സ്റ്റാറ്റസ് വെച്ചിട്ട് ഇഷ്ടമുള്ള ഓർഡർ വാങ്ങിപ്പിക്കുക. പക്ഷെ അതൊരു 2 മണിക്കൂർ 3 മണിക്കൂർ ഏറിയ ഒരു ദിവസം, അതിലപ്പുറം കൊടുക്കില്ല. കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ടൈം അവരെ പിടിച്ച് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ ഞാൻ ഇല്ലാതാക്കുന്നത്. എടുക്കുന്നവർക്ക് എന്ത് ചെയ്യുക, അത് സ്റ്റാറ്റസ് വെച്ചിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കുക. കൂടുതൽ സമയം അതിന് പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം ഈ മെറ്റീരിയലുകൾ നിവർത്തി കാണിക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇനി ഓരോ നിവർത്തിയ ഫോട്ടോസ് തരുമോ എന്നുള്ളതാണ് കൂടുതൽ ചോദ്യങ്ങൾ വരൽ. ഇത് കഫ്താൻ അടിക്കാനും ഫ്രോക്ക് നൈറ്റി അടിക്കാനും നമുക്ക് ജീൻസിലേക്ക് ടോപ്പ് അടിക്കാനൊക്കെ അടിപൊളി ഐറ്റംസാണ്. പിന്നെ ബ്ലാക്ക് ഇല്ല, കോഫി ബ്രൗണ്, ഡാർക്ക് കോഫി ബ്രൗണും ഉണ്ട്, ലൈറ്റ് കോഫി ബ്രൗണും ഉണ്ട്. അതുപോലെ നേവി ബ്ലൂ, റോയൽ ബ്ലൂ ഇല്ല, മെറൂണ്. പിങ്ക് ഉണ്ടോ റോയൽ ബ്ലൂ ഉണ്ടോ എന്ന് ചോദിക്കുക. ആ പീസുകളില്ല. ഈ 3 കളറാണുള്ളത്. റെഡ് ഇല്ല. റെഡ് മിക്സ് ആൻഡ് മാച്ചിൽ കുറച്ച് പീസുകൾ, ഒരു 6 പീസ് സെറ്റേ ബാക്കിയുണ്ട്. അപ്പോൾ റെഡ് വേണ്ടവർക്ക് വേണമെങ്കിൽ അത് തരാം. മിക്സ് ആൻഡ് മാച്ച് കഴിഞ്ഞ്. അപ്പോൾ ഓരോ മോഡലിൽ ഓരോ ഇതാണ് വരാറുള്ളത്. അതുപോലെ ഷാൾ നൈറ്റിയും തീർന്നിട്ടുണ്ട്. ആൽഫൈൻ്റെ മെറ്റീരിയലും കഴിഞ്ഞ്. ഇനി ചുങ്കിടി ഒരു 15 പീസ് വേറെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ കൂടുതൽ പീസുകൾ ഉണ്ടെങ്കിൽ ഭംഗിയുള്ളതുകൾ നോക്കിയെടുക്കണതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് അങ്ങനെ എനിക്കിഷ്ടമില്ലാത്ത മെറ്റീരിയലുകൾ ഞാൻ എടുക്കില്ല. പിന്നെ അതിവിടെ സ്റ്റോക്ക് ഔട്ടായി പോകും. നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഏകദേശം ടേസ്റ്റ് നമുക്കറിയാം. അതിനനുസരിച്ചാണ് സാധനം എടുക്കാറുള്ളത്. അതുപോലെ സാധാ മെറ്റീരിയലുകളും ഇപ്പോൾ സ്റ്റോക്കില്ല. അതൊന്നും നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ഒന്നും കണ്ടില്ല. കൂടുതലും മിക്സ് ആൻഡ് മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഏറ്റവും വില കുറവുള്ള നൈറ്റിൻ്റെ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ഈ വീഡിയോയിൽ കാണിക്കണില്ല. പക്ഷെ അങ്ങനെയുള്ള 130, 120 വരുന്ന മെറ്റീരിയലുകളുണ്ട്. അത് ഞാൻ അധികം എടുത്തിട്ടില്ല. ഇവിടെ ഞങ്ങൾ അടുത്ത ഒരു അടിച്ചു പഠിപ്പിക്കുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു 50 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 30-35 പീസ് മതിയാവും. അപ്പോൾ 1-2 പീസ് വേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വേഗം തരാം. അത് വേണ്ടവർക്കും വേഗം മെസ്സേജ് അയക്കുക. ഷാൾ മാക്സി 290, 320 2 ഇല്ല, എല്ലാം തീർന്നിട്ടുണ്ട്. എൻ്റെ നാട് മലപ്പുറം ചെമ്മാടാണ്. ഞാനിത് ഷോപ്പല്ല, വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. യൂണിറ്റായിട്ട് നടത്തുകയാണ്. ഓൺലൈനായിട്ട് മെറ്റീരിയൽ മാത്രമാണ് കൊടുക്കുന്നത്. അതുപോലെ നൈറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് റീറ്റെയിലായിട്ട് മാത്രം, ഹോൾസെയിലായിട്ട് കൊടുക്കണില്ല. അപ്പോൾ റേറ്റ് പറയാത്തതിന് കാരണം അതാണ്. റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും അതുപോലെ ഷോപ്പിലേക്ക് കൊടുക്കുമ്പോഴൊക്കെ പല റേറ്റാണ്. അതുകൊണ്ടാണ് മാറ്റി പറയാത്തത്. വേണ്ടവർക്ക് ഇതിലുള്ള ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഫോട്ടോസും അയച്ചു തരും. അതിൻ്റെ കൂടെ നമ്മൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്ര പീസ് വേണം, ഏത് വേണം എന്തും ചോദിക്കാം. എല്ലാ മെറ്റീരിയൽസും ഇത് മൊത്തത്തിൽ 250 പീസാണുള്ളത്. വേഗം പറഞ്ഞാൽ വേഗം കിട്ടും. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ 400 രൂപയ്ക്ക് 430 രൂപക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എംബ്രോയ്ഡറി വെച്ചിട്ട് അതുപോലെ ഫ്രോക്ക് നൈറ്റ് അരിക്കിയിട്ട് അടിച്ചെടുക്കുമ്പോഴൊക്കെ കൊടുക്കാം. ജീൻസിലേക്ക് ടോപ്പ് അടിക്കുമ്പോഴും 380, 400 അങ്ങനെ വാങ്ങാം. ചെറിയ അംബ്രല്ല ടൈപ്പ് ടോപ്പ് അടിക്കുകയാണെങ്കിൽ 2 എണ്ണം ഒരു നൈറ്റിൻ്റെ മെറ്റീരിയൽ കൊണ്ട് അടിക്കാൻ പറ്റും. ഇതുകൊണ്ട് നൈറ്റി അടിക്കുകയാണെങ്കിൽ 56 സൈസിലാണ് അടിക്കാൻ പറ്റുക. നമുക്കൊരു 3/4 സ്ലീവാണ് കിട്ടുക. ഫുൾ സ്ലീവ് കിട്ടൂല. ഇനി 52, 51 അങ്ങനെയൊക്കെ ഹൈറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഫുൾ സ്ലീവ് എടുക്കാനുണ്ടാവും. ഇതുകൊണ്ട് 58 സൈസുകൾക്കും ഫുൾ സ്ലീവുകാർക്കും അടിക്കാനുണ്ടാവില്ല.
വീട്ടിലിരുന്ന് ഒരു വരുമാനമാണെന്ന് ചിന്തിക്കണവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ നൈറ്റി. കാരണം ബാക്കിയുള്ള ചുരിദാർ അതുപോലുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും മോഡൽ മാറുന്ന ഐറ്റംസാണ്. പക്ഷേ ഈ ഒരു സംഭവം എന്നും ട്രെൻഡാണ് ഇതിൽ. കാരണം നമ്മൾ ഇതിൽ ട്രെൻഡൊക്കെ നോക്കുക നമ്മൾ യൂത്തന്മാരാണ്, ഒരു 18-20, അതുപോലെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ അങ്ങനെയുള്ള ബേബി മദേഴ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ് എന്ത് ചെയ്യുക ഇതിൽ ട്രെൻഡ് നോക്കുക. അല്ലാത്തവർക്കൊക്കെ ഇഷ്ടപ്പെട്ട കളറിൽ ഇഷ്ടപ്പെട്ട പുള്ളിയിൽ അങ്ങനെ മാത്രമേ ഉള്ളൂ നോക്കുള്ളൂ. അതുകൊണ്ട് ഇതിന് എപ്പോഴും ട്രെൻഡുള്ള എപ്പോഴും ആവശ്യക്കാരുള്ളൊരു സംഭവമാണ്. കുറഞ്ഞ പൈസ ആകുന്നത് കൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരും എടുക്കുന്ന ഒരു ഐറ്റംസുമാണ്. കാരണം ഡെയിലി യൂസിനും ഇനി അതുപോലെ കോളേജ് പിള്ളേർ അങ്ങനെയുള്ളവരൊക്കെ വൈകുന്നേരം വന്നിട്ടൊരു ആസ്വാദനത്തിന് ഇടുന്ന ഒരു ഐറ്റംസ്, ടോട്ടൽ മൈൻഡ് ഫ്രീ ആക്കാനും കൂടി ഇടുന്ന ഒരു ഐറ്റംസാണ്. ഇനിയിപ്പോൾ ചൂടുകാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്ന സംഭവം ഈ നൈറ്റി തന്നെയാണ്. അപ്പം ബിസിനസ്സായിട്ടോ ഇനി അതല്ലെങ്കിൽ സ്വന്തമായിട്ട് യൂസ് ചെയ്യാനായിട്ടോ വേണ്ടവർക്കൊക്കെ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ്. എല്ലാ റേറ്റും വ്യത്യസ്തമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ റേറ്റ് ഇടാത്തത്. നിങ്ങൾക്ക് കറക്റ്റ് റേറ്റാണ് നിങ്ങൾക്ക് മുതലാവുമെന്ന് തോന്നുന്നവർ മാത്രം എടുത്താലും മതി. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, അത് ഞാൻ അലൗഡ് ആക്കിയിട്ടുള്ളത് നമ്മുടെ സ്റ്റാൻഡിലേക്ക്, ചെമ്മാട് സ്റ്റാൻഡിലേക്ക് വരുന്നവർക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ അവർ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് തന്നാൽ മതി. നമ്മളെ വീട്ടിൽ വന്നിട്ട് ചിലരൊക്കെ വിളിച്ചിട്ട് ചോദിക്കുക വീട്ടിൽ വന്നിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഉമ്മ അപ്പൊക്കെ ഉള്ള തറവാട് വീടാണ്, അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ വന്നിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും എനിക്ക് കൂടുതൽ മെസ്സേജ് വരാറുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അത് സെലക്ട് ചെയ്യണതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള വീടാകുമ്പോൾ അവിടെ ഒരുപാട് പേരിങ്ങനെ കയറി ഇറങ്ങുന്നത് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. എൻ്റെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് പോലും ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കും, അതിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യും. എന്നിട്ടത് മക്കളുടെ കയ്യിലോ കാക്കുവിൻ്റെ കയ്യിലോ അങ്ങനെ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലുമൊക്കെ പറഞ്ഞേക്കും. അങ്ങനെയാണ് നമ്മളെ ബിസിനസ്. അങ്ങനെ വേണമെങ്കിൽ കൂടിയിട്ടും അമ്മായിമ്മക്ക് സമ്മതമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ സമ്മതമല്ല, എനിക്ക് പൈസ ഇറക്കാൻ ആളില്ല, അങ്ങനെ ഒരുപാട് ഒഴിവ് കഴിവ് പറയുന്നവർക്കൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഇൻസ്പിറേഷനായിട്ടാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാറുള്ളത്. അതൊന്നും നമുക്കൊന്നും തടസ്സമല്ല. നമുക്ക് ചെയ്യണം, ലക്ഷ്യബോധം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചാൽ എന്നായാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരുപാടാണ് പരിശ്രമിച്ച പഠിച്ചവനക്കെന്നെ തോന്നും ഇത് വിട്ടു പോകുമെന്ന് തോന്നില്ല. ഒരു സിഗ്നൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, പഠിച്ചവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ആത്മാർത്ഥത കാണുന്നുള്ളൂ. അതുപോലെ ചെയ്യുന്ന പരിപാടിയിലും സത്യസന്ധത പുലർത്തുക, നല്ല മെറ്റീരിയലുകൾ കൊടുക്കുക. അങ്ങനെ കേടുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടും സ്റ്റിച്ചിങ് നന്നാവുക അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വരുത്താതെ നോക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരും. ഇനിയിപ്പോൾ നമ്മളായാലും ഒരു ഷോപ്പിൽ, ഒരു സ്വർണ്ണക്കടയിൽ, ഒരു ഷോപ്പിലൊക്കെ കയറുമ്പോൾ നമ്മളെന്താ പുതുതായിട്ട് ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ പോയിട്ടെടുക്കും. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ലതാണെന്ന് തോന്നിയാലല്ലേ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് എടുക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ നോക്കുക എന്താ, ആ ഷോപ്പ് എത്രയോ കൊല്ലങ്ങൾ മുമ്പുള്ള ഷോപ്പാണ്, അവിടെ അന്നും ഇന്നും ആളുകളാണ്, അങ്ങനെയല്ലേ നോക്കുക. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മളും മനസ്സിലെന്ത് ചെയ്യുക. ആദ്യം വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്, നമ്മളുടെ അടുത്ത് വാങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ക്വാളിറ്റിയും അതിനനുസരിച്ചുള്ള ഭംഗി കാര്യങ്ങളൊക്കെ നമ്മളെ സാധനങ്ങൾ വേണം. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് മുൻനിർത്തി ഒപ്പിച്ച് വെച്ചാൽ നിങ്ങളെ ബിസിനസ് സക്സസ് ആവുന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പോൾ ഇനി എന്ത് ഡൗട്ട് കാര്യങ്ങളോ ഒക്കെ അറിയണമെങ്കിൽ വേഗം വാട്സപ്പിൽ വരിക. കൂടെ ചാനൽ സബ്സ്ക്രൈബ്